1986 ഫിലിപ്പീൻസിൽ പീപ്പിൾസ് പവർ എന്ന വലിയൊരു വിപ്ലവം നടന്നു. ഫ്രെഡിനോസ്കോ മാസ്ക് എന്ന സ്വച്ഛാധിപതിയുടെ ഭരണത്തിന് നേരെ ജനാധിപത്യത്തിന്റെ കൊടി ഉയർത്താനുള്ള വിപ്ലവമായിരുന്നു അത്. ഒരു ആഭ്യന്തര യുദ്ധത്തിനായി പട്ടാളവും യുദ്ധവിമാനങ്ങളും എല്ലാം അണിനിരന്നെങ്കിലും സമാധാനത്തോടെ ഫിലിപ്പീൻസ് സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. മനില ആർച്ച് ബിഷപ്പ് ജെയിംസിൽ സമാധാനപരമായി യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ ജപമാല എന്ന ആയുധമേന്തി യുദ്ധത്തെ നേരിടാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ അന്ന് ഫിലിപ്പീൻസിൽ സന്യസ്തരും വൈദികരും അടക്കം 2 മില്യൺ സാധാരണ ജനങ്ങളാണ് പട്ടാളത്തിന് നേരെയുള്ള വലിയ ആയുധങ്ങൾക്ക് മുൻപിൽ ജപമാല മാത്രം ആയുധമാക്കി യുദ്ധത്തിന് അണിനിരന്നത്. സമാധാനപരമായി ഒരുമിച്ച് കൈകോർത്ത് ജപമാല ചൊല്ലുന്ന ആളുകളുടെ മുൻപിൽ പട്ടാളം ഒന്നും ചെയ്യാതെ നോക്കി നിന്നു. യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങിയപ്പോഴും ആർക്കും ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായി യുദ്ധത്തെ വിജയിക്കാൻ ഫിലിപ്പീൻസിലെ ജനതയ്ക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ ജപമാല എന്ന വലിയ ആയുധമേന്തിയുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിന്റെ ജനാധിപത്യം. ഇത് ഫിലിപ്പീൻസിന്റെ ചരിത്രം. ഇന്ന് ഇസ്രായേലിലും പാലസ്തീനയിലും ഗാസയിലും ഒക്കെ ഭയങ്കരമായ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബൻസന്റെയിൻ ദേവാലയമായ ഹോളി സേവർ എന്ന ഘോറ പള്ളി ഇന്ന് മോസ്ക് ആക്കി മാറ്റിയിരിക്കുന്നുവെന്നും ക്രിസ്തു മതത്തിന്റെ പിള്ളത്തൊട്ടിലായ മിഡിൽ ഈസ്റ്റിൽ ഇന്ന് 5% മാത്രം ക്രൈസ്തവർ അവശേഷിക്കുന്നുവെന്നും ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളെയും ജൂസിനെയും ലോകത്തിൽ നിന്ന് അവശേഷിപ്പിക്കുക എന്നത് മാത്രമാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയതായും ദീപിക ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തിന്നോളം മോസ്ക് ആക്കി മാറ്റപ്പെട്ടിട്ടുള്ള കത്തീഡ്രലുകളുടെയും സിനഗോഗുകളുടെയും വിശുദ്ധമായ അൾത്താരയിൽ നിന്ന് ഉയരുന്ന ബാങ്ക് വിളികളില്ലേ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു മതത്തിന് വേണ്ടി ധീരമായി തന്റെ ചുടുനിണം കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച ഒരുപാട് രക്തസാക്ഷിത്വ പാരമ്പര്യമുള്ള നമ്മുടെ സഭയ്ക്ക് ഇന്ന് അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീഡിപ്പിക്കപ്പെട്ടും പേടികൊണ്ടും മതപരിവർത്തരാക്കപ്പെട്ടും ഒക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. കൊന്നും കൊലവിളിച്ചും ക്രിസ്തീയ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ എവിടെ നമ്മുടെ പ്രതികരണങ്ങൾ, എവിടെ നമ്മുടെ ചലനങ്ങൾ? 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചിക്കാരൻ സ്റ്റാലിനി എന്ന മനുഷ്യൻ ക്രിസ്ത്യാനികളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് CSS എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അത് ക്രിസ്ത്യാനികളുടെ ഐക്യത്തിനാണെന്ന് പറഞ്ഞു വെക്കുമ്പോഴും നമ്മുടെ ഐക്യം ഇന്ന് ഒരു ചോദ്യചിഹ്നമാവുകയാണ്. മണിപ്പൂരില് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും സ്ത്രീകൾ നഗ്നരായി പൊതുവഴികളിലൂടെ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും നമ്മുടെ വരാപ്പുഴ അതിരൂപതയിലെ KCYM അടക്കമുള്ള ഗ്രൂപ്പുകൾ അതിനെതിരെ വ്യക്തമായും ശക്തമായും പ്രതികരിച്ചതാണ്. എന്നിട്ട് മണിപ്പൂരിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? പക്ഷെ നാം ഒന്നോർക്കണം, ഫിലിപ്പീൻസിലെ ജനത 38 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ ആയുധം നമ്മളും തിരിച്ചെടുക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ആയുധം ഇന്നൊരു ജനതയുടെ കയ്യിലേ ഉള്ളൂ. അത് നമ്മൾ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. ആ ആയുധം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല ഭക്തിയും ജപമാല ആചരണങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത്രമാത്രം നാശത്തിന്റെ വക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോ ക്രൈസ്തവരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ യുദ്ധത്തിനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ജപമാല ആയുധവുമായി തെരുവിലിറങ്ങേണ്ട സമയവും അതിക്രമിച്ചു. ഓരോ കുടുംബവും മുട്ടുമടക്കട്ടെ, ഓരോ സന്യാസ ഭവനങ്ങളും അണിചേരട്ടെ, ഓരോ പുരോഹിതരും കരമുയർത്തട്ടെ ജപമാല എന്ന ആയുധമേന്തി. അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കും അടിച്ചമർത്തപ്പെടലുകൾക്കും ഒക്കെ എതിരായി നമുക്ക് സമാധാനപരമായി ജപമാല എന്ന ആയുധമേന്തി അണിചേരാം. ഈ സമാധാന യുദ്ധത്തിന്, ഈ ആത്മീയ യുദ്ധത്തിന് നെടുന്തൂണായി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.